എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും ദൈവവിളി എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തൻ്റെ ജീവിതം കൊണ്ടും എഴുത്തുകൊണ്ടും പ്രഭാഷണങ്ങൾ കൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയ ഒരു പുരോഹിതനെയാണ് നമ്മളിന്ന് ദൈവവിളിയിൽ പരിചയപ്പെടുന്നത്. പാലാ രൂപതാംഗവും വിവിധ സെമിനാരുകൾ ദൈവശാസ്ത്ര തത്വശാസ്ത്ര അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് കട്ടക്കലച്ചനാണ് ഇന്ന് നമ്മുടെ അതിഥി. 108 ഗ്രന്ഥങ്ങൾ രചിച്ച അച്ഛൻ ദൈവശാസ്ത്രത്തിലും അതോടൊപ്പം സംസ്കൃതത്തിലും ബിരുദങ്ങൾ സമ്പാദിക്കുകയും അതിൽ PhD ബിരുദങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്ത വൈദികനാണ്. സ്നേഹബഹുമാനപ്പെട്ട കട്ടക്കലച്ച, ഏറ്റവും സ്നേഹത്തോടുകൂടെ ദൈവവിളി എന്ന പ്രോഗ്രാമിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അച്ഛ, ഒരു പുരോഹിതൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ അതിൻ്റെ പ്രഥമ പരിശീലന കളരി എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുടുംബത്തെയാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് പരിശീലനം ആരംഭിക്കുന്നു. തീർച്ചയായും അച്ഛൻ്റെ ജീവിതവും അങ്ങനെ പ്രഥമ പരിശീലന കളരി എന്ന് പറയുന്നത് കുടുംബമാണ്. അപ്പം അച്ഛൻ്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും സഹോദരങ്ങളെയും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ഞങ്ങളുടെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല കാര്യങ്ങൾ വളരെയധികം പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ചുരുങ്ങിയ സമയം കൊണ്ട് പറയാം. ഒന്നാമതായിട്ട് എൻ്റെ മാതാപിതാക്കന്മാരുടെ പേരുകൾ, പിതാവിൻ്റെ പേര്, അച്ഛൻ്റെ പേര് ഞങ്ങൾ അച്ഛൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ പേര് തൊമ്മൻ എന്നാണ് സാധാരണ വിളിക്കുന്നത്, തോമസ് എന്നൊക്കെ എഴുതാറുണ്ട്. അമ്മയുടെ പേര് ഏലിക്കുട്ടി എന്നായിരുന്നു, എലിസബത്ത് എന്നും എഴുതാറുണ്ട്. അവർ 2 പേരുടെയും മക്കളായിട്ട് ഞങ്ങൾ 13 പേര്. 13 പേരുണ്ട്. 13 പേരുണ്ട്. അതിൽ ദൈവാനുഗ്രഹം കൊണ്ട് ഞാനും എൻ്റെ ഇളയ സഹോദരൻ ജോസഫച്ചനും ഇങ്ങനെ 2 അച്ഛന്മാരും പിന്നെ 5 കന്യാസ്ത്രീകളുമുണ്ട്. എനിക്ക് 6 സഹോദരിമാരുള്ളതിൽ 5 പേരും സന്യാസിനിയെ വ്രതം ചെയ്യിച്ച് സന്യാസികളായി തീർന്നു. ബാക്കിയുള്ളവരെല്ലാം നല്ല സമർത്ഥരായിട്ട് അവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നു. അച്ഛൻ ഇങ്ങോട്ടേക്ക്, അച്ഛൻ്റെ കുടുംബം മാതാപിതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് കുടിയേറി വരുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ഓർമ്മകൾ അച്ഛന് ഉണ്ടാവും. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് വന്യജീവികളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടാവാം, രോഗങ്ങളെ പ്രതിരോധിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു കുടുംബത്തിൽ മാതാപിതാക്കൾ അച്ഛന് മാതൃകയായി തീർന്നത്? അവർ എങ്ങനെയാണ് പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണോ, എങ്ങനെയാണ് അവരുടെ അതിനോടൊക്കെ പ്രതിരോധിച്ച് നിന്നത്? എങ്ങനെയാണ് അച്ഛൻ്റെ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാം? ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയാം. ഒന്നാമതായിട്ട് 1930 എൻ്റെ ജന്മവർഷമാണ് എൻ്റെ മാതാപിതാക്കന്മാർ എന്നെയും എടുത്തുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ ഈ പിള്ളേരുടെയൊക്കെ അപ്പനും പിന്നെ എൻ്റെ ഏറ്റവും മൂത്ത സഹോദരി കനിസ്യാനമ്മ ഇവരെ കൈക്ക് പിടിച്ചും ആയിട്ട് തന്നെ മാതാവും പിതാവും കൂടെ 35 കിലോമീറ്റർ യാത്ര ചെയ്ത്, അതും നീ തൊടുപുഴ കൂടിയുള്ള യാത്രാ സൗകര്യം അന്നില്ലായിരുന്നുകൊണ്ട് ഇപ്പോൾ അവിടെ എൻ്റെ അമ്മ അരുവിത്തറ ഇടവക്കാരിയും അപ്പച്ചൻ ഭരണങ്ങാനം ഇടമറ്റം ഇടവക്കാരനായിരുന്നിട്ട് അവിടുന്ന് നടന്ന് ഇവിടെ എത്തി. അന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലായിരുന്നു, ഓർക്കണമല്ലോ. 1930 മറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് എവിടെ വേണേലും കൃഷി ചെയ്യാം, ആർക്ക് വേണേലും ഏത് സ്ഥലവും ഓക്യുപ്പൈ ചെയ്യാം. അങ്ങനെ ഞാനും എൻ്റെ മാതാപിതാക്കന്മാരും പിന്നെ മാതാപിതാക്കന്മാരുടെ ബന്ധുമിത്രാദികളായിട്ട് 10 കത്തോലിക്ക കുടുംബങ്ങളും എല്ലാം കൂടെ ഒന്നിച്ച് ഈ മലമ്പ്രദേശം വന്നു. 10 കുടുംബങ്ങളും കൂടിയിട്ടാണ് ഒന്നിച്ച് ഒരു സംഘടിത സമൂഹമായിരുന്നു വാസ്തവത്തിൽ, പരസ്പര സഹായത്തിനും സംരക്ഷണത്തിനും വേണ്ടി. അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഈ മലമ്പ്രദേശം എല്ലാം വെട്ടിയും കളച്ചു. എൻ്റെ മാതാപിതാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് കന്നുകാലിയെ വളർത്തിയും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ ജനിച്ചത്, എൻ്റെ മൂത്ത പെങ്ങളും എൻ്റെ മൂത്ത ജ്യേഷ്ഠനും ജനിച്ചത് ഭരണങ്ങാനം അടുത്തൊക്കെ ആണെങ്കിലും ഈ ബാക്കി 10 പേരും ജനിച്ചു വളർന്നത് ഈ മലമ്പ്രദേശങ്ങളിലാണ്. പക്ഷേ അന്ന് പ്രതികൂല സാഹചര്യങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു. ഒന്നാമത് കാട്ടാന അടുത്തൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആന ഇല്ലായെങ്കിലും 4-5 വർഷം മുമ്പ് വരെ ഇവിടെ കാട്ടാനകൾ
കൂട്ടം കൂട്ടമായി നടന്നു നിന്ന് ആനയെ പിടിച്ചിരുന്ന കുഴി ഇവിടെയുണ്ട്. ഓ അത് ശരി. ഇവിടുന്ന് കാട്ടാനയെ പിടിച്ച് നടത്തി കൊണ്ടുപോയി കോടനാട്ട് പരിശീലിപ്പിക്കുന്ന മതി ഉണ്ടായത്. കടുവാകളെ ഞങ്ങളുടെ മുറ്റത്തൂടെ പോലും ഓടിപ്പോകുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. അത് ശരി. കന്നുകാലികളെല്ലാം പിടിക്കുമായിരുന്നു. പിന്നെ പാമ്പുകളും മറ്റും ഉണ്ടായിരുന്നു. എന്നാൽ എന്ത് പറയട്ടെ, ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന യാതൊരു ആപത്തും ഒന്നും കൂടാതെ ഞങ്ങളെല്ലാം ഈ മലമ്പ്രദേശങ്ങളിൽ ജീവിച്ചു. അന്ന് വൈദ്യസഹായം ഒട്ടും തന്നെ ഇല്ലായിരുന്നെങ്കിലും ആർക്കും രോഗം ഉണ്ടായില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനം. അത് ശരി. അടുത്തെങ്ങും ഹോസ്പിറ്റലുകളൊന്നുമില്ല? ഹോസ്പിറ്റലിൻ്റെ മണം പോലുമായിരുന്നു. ആദ്യമായിട്ട് 1942 ചെറിയൊരു മെഡിക്കൽ സെൻറ്റർ പോലെ തുടങ്ങിയത്. അത് അന്ന് മലമ്പനിയുടെ കൂടായിരുന്നു. അത് പിന്നെ അടച്ചുപൂട്ടി ഇടയ്ക്ക് ചെയ്തു. പിന്നെ അന്ന് പ്രധാനപ്പെട്ട കൃഷികളൊക്കെ എന്തൊക്കെയായിരുന്നു? കൃഷികളുടെ വാസ്തവം പറയുകയാണ്, ഇതെല്ലാം മലയരയന്മാരുടെ നാടായിരുന്നു. അവർ മലയന്മാരെന്ന് പറയുന്നത് പണ്ട് കാലത്ത് കണ്ട് മലയും പ്രദേശങ്ങളിൽ കയറി വാസമർപ്പിച്ചവരായിരുന്നു. അതുകൊണ്ട് അവർ ശീമച്ചേമ്പ്, കപ്പക്കിഴങ്ങ്, പിന്നെ കവുങ്ങ്, തെങ്ങ്, റബ്ബർ ഇതൊന്നും ഇവർ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അവർക്കങ്ങനെ ഒരു സ്ഥിരമായ കൃഷി പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് കത്തോലിക്കർക്ക് കൂലി വേലയ്ക്ക് പോകാൻ അവർക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ചുരുക്കത്തിൽ കാടെല്ലാം വെട്ടിത്തെളിച്ച് തെങ്ങും തൈകളൊക്കെ ദൂരേന്ന് തലച്ചോടെ 2 വർഷം പ്രായമുള്ള തെങ്ങും തൈകളൊക്കെ അങ്ങ് ഭരണങ്ങാനും സൈഡിൽ നിന്ന് ഈരാറ്റുപേട്ട വഴി ചുമന്നു കൊണ്ടുവന്നാണ്. അച്ഛാ, അന്നത്തെ പ്രാർത്ഥനാ അന്തരീക്ഷങ്ങൾ, പ്രത്യേകിച്ച് പള്ളിയൊന്നും അന്ന് ഇവിടെ ഉണ്ടാവില്ല. അപ്പം എങ്ങനെയായിരുന്നു കുർബാന, മറ്റ് പ്രാർത്ഥനകൾക്കൊക്കെ ഉള്ള സാഹചര്യമൊക്കെ എങ്ങനെ? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ പ്രദേശത്ത് പള്ളിയുടെ പേര് പോലും കേൾക്കാനില്ലായിരുന്നു. പിന്നെ ഡൊമസ്റ്റിക് ചർച്ച് എന്ന് പറഞ്ഞ മാത്രത്തിൽ ആയിരുന്നു ഞങ്ങളുടെ കുടുംബം. ഫാദറും മദറും കഠിനാധ്വാനം എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി സന്ധ്യയ്ക്ക് വിളക്കും വെച്ച്, മണ്ണെണ്ണ വിളക്കൊക്കെ ഉള്ളു, വിളക്കുമില്ല, വിളക്കും വെച്ച് എല്ലാവരും കൂടി പ്രാർത്ഥന ചെല്ലുമായിരുന്നു. പഴയ വണക്കമാസം വായിക്കുമായിരുന്നു. വണക്കമാസം വലിയ ആഘോഷമായിരുന്നു. ആഘോഷമായിട്ട് അടുത്തുള്ള വീട്ടുകാരും കൂടെ ചിലപ്പം വണക്കമാസം കാലം കുടുംബം വരും. ചിലരൊക്കെ വണക്കമാസം 8-ാം തീയതി ആധാരം പോലും എഴുതുമായിരുന്നു. വണക്കമാസത്തോട് അത്ര ഭക്തിയായിരുന്നു. അങ്ങനെ ചെയ്ത് എല്ലാം ഞങ്ങൾ രസമായിട്ട് ജീവിച്ചു. പള്ളിയിൽ പോകാനായിട്ട് ഇവിടുന്ന് 6 മൈൽ താഴേക്ക് പോകണം. അതും നല്ല നടപ്പ് വഴി പോലും ഇല്ല. 6-7 കടമ്പകൾ കിടന്നാണ് പള്ളിയിൽ പോകുന്നത്. എന്നാലും എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അച്ഛന്മാരും കുടുംബങ്ങളെല്ലാവരും രാവിലെ കുറച്ച് കാപ്പിയൊക്കെ ആയിട്ട് ഇവിടുന്ന് പോകും. ഞങ്ങളെയും കൂടെ പോയിട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് കുർബാനയെല്ലാം കണ്ട് അതുമെല്ലാം സ്വല്പം കഴിച്ച് പിന്നെ കുറച്ച് അവിടെ അടുത്തുള്ള കടകളിൽ ചെന്ന് കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങി ഒരു ദിവസത്തെ ഫുൾ വർക്കായിരുന്നു. അതായിരുന്നു ഇവിടുന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തീക്ഷ്ണമായിട്ടുള്ള വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നാണ് അച്ഛൻ്റെ. അത് ശരി. അതെല്ലാം കണ്ട് വിടുകാരിച്ചന്മാർ പറയായിരുന്നു, ഈ കട്ടയ്ക്കാ കുടുംബം ഇവിടെ മറ്റുള്ള കുടുംബക്കാരെയൊക്കെ നമ്മൾ അനുമോദിക്കണം. ഇത്ര അകലെയെന്ന് പൊതിയും കെട്ടി ഒന്ന് ഞായറാഴ്ച കുർബാന കാണും. എന്ന് മാത്രമല്ല, എനിക്ക് വൈദിക വൃത്തിയോട് താല്പര്യം ഉണ്ടായത് വാസ്തവന് ആ കാലഘട്ടത്തിലാണ്. ഞാൻ 2-ാം ക്ലാസ് 3-ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പം വല്ലപ്പോഴൊക്കെ അവിടെ ചെല്ലുമ്പോൾ വികാരിച്ചിങ്ങനെ ശക്തമായിട്ട് പ്രസംഗിക്കുന്നു. സുറിയാനി, അന്ന് മലയാളം തർജ്ജമ പോലും ഇല്ല, സുറിയാനി വായിച്ചിട്ട് ഉടൻ ഒരു റെഡിമെയ്ഡ് ട്രാൻസ്ലേഷൻ, അതിന് പ്രസംഗം. പിള്ളേരോടെ കേട്ടാൽ പിള്ളേരെ നിങ്ങളൊക്കെ മിഷന് പോകണം, ബനാറസിലൊക്കെ മിഷന് പോകണം എന്നൊക്കെ പറയുന്നു. ഇതെന്തായാലും വേണ്ടിയല്ല, വികാരിച്ചും ചെയ്യുന്ന പോലെയൊക്കെ എനിക്കും ചെയ്യണം വലുതാകുമ്പോൾ എന്നുള്ള ആശയം ഒരു 4-ാം ക്ലാസ് 2-ാം ക്ലാസ് 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിലൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയ ഊർജ്ജം വളരെ വലുതായിരുന്നു. കുടുംബത്തിൻ്റെ മാതൃകാപരമായ ജീവിതം. പിന്നെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. ഈ മക്കളിൽ ഇത്തരം 13 പേരിൽ കുറച്ച് പേരൊക്കെ അച്ഛന്മാരോ അമ്മമാരോ കന്യാസ്ത്രീകളൊക്കെ ആരുടെ ദൈവാനുഗ്രഹം അവർക്കുണ്ടെങ്കിൽ അതൊരു ആ ഭാഗ്യം. കർത്താവെ ഇഷ്ടമാണെങ്കിൽ വിളിക്കണം എന്നൊക്കെ അമ്മായി പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ്റെ കുടുംബത്തിൽ 13 പേരാണ്. അതെ. അപ്പോൾ അതിൽ അച്ഛൻ്റെ സഹോദരൻ ജോസഫ് കട്ടയ്ക്കൽ അച്ഛനെ, പിന്നെ അതുകൂടാതെ 5 സഹോദരിമാർ 5 പേരുള്ളതിൽ 2 പേര് അസംഷൻ എന്ന് പറയുന്ന പാരീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സന്യാസിക. അപ്പോൾ ഇത്രയും പേര് ഒന്നിച്ച് ഒരു കുടുംബത്തിൽ നിന്ന് ദൈവവിളി എന്നൊക്കെ പറയുന്ന വളരെ അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കുടുംബ സാഹചര്യത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു വിശ്വാസ പരിശീലനമാണോ അതിന് പ്രേരണയായിട്ട്? പ്രധാനമായിട്ടും അതിനായിട്ട് ഞാൻ പറയുന്നത് അത് തന്നെ ആയിരിക്കണം. പിന്നെ മാത്രമല്ല, എൻ്റെ സഹോദരിമാർക്കൊക്കെ ജന്മനാ തന്നെ ഒരു സന്യാസിനി ജീവിതത്തിലേക്ക് ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. കന്യാസ്ത്രീകളൊക്കെ വരികയും എൻ്റെ അമ്മയുടെ അനിയത്തി ഒരു കന്യാസ്ത്രീ ആരാധനകാരി ഉണ്ടായിരുന്നു. അവരെ കാണുകയും അവരുടെ പ്രാർത്ഥനയും അവരുടെ മഠ സന്ദർശനം കാണുമ്പം ഞങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു സന്യാസിനിയായിട്ട് കർത്താവിന് സേവനം ചെയ്യണമെന്ന് എൻ്റെ പെങ്ങന്മാർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് കന്യാസ്ത്രീ മഠത്തിൽ ചേർന്നു. മാതാപിതാക്കൾ അങ്ങനെ അഭിപ്രായങ്ങൾ പറയായിരുന്നു, ഇങ്ങനെ സെമിനാരി ചേരണം അല്ലെങ്കിൽ മഠത്തിൽ ചേരണം എന്നൊക്കെ അന്ന് അങ്ങനെ ഒരിക്കലും അതിന് പ്രചോദനം അങ്ങനെ പെർസുവേഷൻ പോലും പറഞ്ഞില്ല. നല്ലതാണെന്നൊക്കെ
ഇത് നല്ല കാര്യമാണ്, കണ്ടില്ലേ വികാരിച്ചത് നന്നായിട്ട് പ്രസംഗിക്കുന്നു എന്നൊക്കെ ഞങ്ങളും കേട്ടുകൊണ്ടിരിക്കും. പിന്നെ സന്യാസി അമ്മയുടെ അനുജത്തി കന്യാസ്ത്രീ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരെ പറ്റിയുള്ള നല്ല അഭിപ്രായങ്ങൾ, ഒരു ബാഡ് റെപ്യൂട്ടേഷനുള്ള ഒരു അച്ഛനെ പറ്റി പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അത് നല്ല കന്യാസ്ത്രീ അല്ലാതെ ചീത്തയായിട്ട് ഇന്ന കന്യാസ്ത്രീകളെ പോലും കേട്ടിട്ടില്ല. അപ്പോൾ ഇവരെല്ലാം കർത്താവിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നു എന്നെല്ലാം നല്ല ആളുകളാണ്. ഇതുപോലെ ഞങ്ങൾക്കും ആകണം എന്നുള്ള ആഗ്രഹം. അമ്മയുടെ അപ്പൻ്റെയും പ്രത്യേക വലിയ പെർസുവേഷനൊന്നും കൂടാതെ തന്നെ സ്വാഭാവികമായിട്ട് തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിച്ചു ഉണ്ടായിരുന്നു. അച്ഛാ, ഈ ആദ്യകാലത്ത് ഇവിടെ വിദ്യാഭ്യാസത്തിനൊന്നും വേണ്ടത്ര സൗകര്യം ഇല്ലായിരുന്നു. അപ്പം അച്ഛൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു? അതും പറയാം. നല്ല ചോദ്യം. ഞങ്ങളിവിടെ വരുമ്പോൾ ഈ പ്രദേശത്ത് ഒരു സ്കൂളും ഇല്ലായിരുന്നു. പിന്നെ ആ പാടെ ഉണ്ടായിരുന്ന ഒരു 3 മൈൽ അകലെ കണ്ണിക്കൽ എന്ന് പറയുന്ന CSIക്കാർ, അന്നത്തെ ഭാഷയെ പറഞ്ഞാൽ CMS, ചർച്ച് മിഷൻ സൊസൈറ്റി, 1846 ഇംഗ്ലണ്ടുകാരൻ ബേക്കർ സാഹിബ്, ഒരു അൽമായൻ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന മലയരന്മാരുടെ എല്ലാം അടുത്ത്, അയാൾക്ക് ഇച്ചിരി മലയാളം അറിയായിരുന്നു, സുവിശേഷമൊക്കെ പ്രസംഗിച്ച് അവരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളായി. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്കൂള് കണ്ണിക്കൽ സ്ഥാപിച്ചു. 3-ാം ക്ലാസ് വരെ ഉള്ളായിരുന്നു. അതുകൊണ്ട് 3-ാം ക്ലാസ് വരെ ഞാനും എൻ്റെ മൂത്ത പെങ്ങളും എൻ്റെ ചേട്ടനും ഞങ്ങളെല്ലാം അവിടെയാണ് പഠിച്ചത്. 4-ാം ക്ലാസ് ഇല്ലായിരുന്നുകൊണ്ട് പിറ്റേ കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞേ 4-ാം ക്ലാസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 4-ാം ക്ലാസ് ഉണ്ടാകുന്ന വരെ ഒരു വർഷം മുഴുവൻ ഞാൻ കന്നുകാലിയെ നോക്കിയും ഇവിടുന്ന് കിട്ടുന്ന പാല് കൊണ്ടുപോയി കാഞ്ഞാരി കൊടുത്തൊക്കെ ആയിട്ട് അങ്ങനെ 4-ാം ക്ലാസ് ഉണ്ടാകുന്നവരെ കാത്തു. അങ്ങനെ ഒരു വർഷം എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ചുരുക്കത്തിൽ ആ കന്നിക്കൽ പ്രൊട്ടസ്റ്റന്റ് സ്കൂളാണേലും അവർ വളരെ സ്നേഹപൂർവ്വം നമ്മളെ പഠിപ്പിക്കുകയും ഇപ്പോൾ വീടുകളിൽ എപ്പോഴും അധ്യാപകന്മാരിവിടെ വരികയും നമ്മളുകൂടെ ഉള്ളത് കൊണ്ടാണ് ആ സ്കൂൾ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിൽ നല്ലൊരു സ്നേഹബന്ധമായിരുന്നു. പ്രൊട്ടസ്റ്റന്റുകാരുടെ സ്കൂളാണേലും. പിന്നെ വികാരിച്ചും പറയായിരുന്നു, അവിടെ വേദപാഠം നിങ്ങൾ പഠിക്കേണ്ടാടാ, നീ അത് പള്ളിക്കൂടത്തിൽ പോക്കോ. എന്നാലും കുറച്ചൊക്കെ വേദപാഠമൊക്കെ കേൾക്കുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് സങ്കീർത്തനമൊക്കെ ഒരുമായി പിള്ളേർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒക്കെ നല്ല വിവരിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും ഒരു പ്രൊട്ടസ്റ്റന്റുകാരുടെ സ്കൂളെങ്കിലും അവിടെ ഉണ്ടായിരുന്നത് ഒരു 4-ാം ക്ലാസ് വിദ്യാഭ്യാസം വരെ സഹായമായിരുന്നു. അപ്പം സഹായിച്ച് നടന്ന കുറച്ച് വർഷങ്ങളെ പറ്റി അച്ഛൻ സൂചിപ്പിച്ചു. അത് അച്ഛൻ്റെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിന് എന്തുമാത്രം സഹായകമായി. കാരണം വിദ്യാഭ്യാസമില്ല, മറിച്ച് ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും വായനകളോ പഠിത്തോ സ്വന്തമായിട്ടുള്ള പരിശ്രമങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ, അതോ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച? പക്ഷേ പഠനത്തിൽ എനിക്കെന്നും അവരെക്കാളൊക്കെ എന്നും ഏറ്റവും 1-ാം ക്ലാസ് മാർക്കായിരുന്നുകൊണ്ട് എനിക്ക് എന്നെപ്പറ്റി തന്നെ ഒരു ആത്മബോധം തോന്നി. എനിക്ക് എവിടെ ചെന്നാലും പഠിക്കാൻ പറ്റും. മാത്തമാറ്റിക്സ് പ്രത്യേകിച്ച് എനിക്ക് നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പഠിച്ചു. എന്നാലും എനിക്ക് കൂടുതൽ പഠിക്കണം, എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഈ മലമുകളിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ പോയി ഉന്നത വിദ്യാഭ്യാസം നേടുന്നതെന്നും അറിയാൻ പാടില്ലെങ്കിലും കൂടുതൽ പഠിക്കണമെന്നും ഒരു നല്ല സമർത്ഥനായ വൈദികനായി തീരണമെന്നും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിചാരിച്ചപ്പോൾ ഇടങ്ങൾക്ക് മിഷന് പോകണം. ബനാറസ് എവിടെയാണെന്ന് മിഷൻ എന്നാണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ഞാനും എൻ്റെ പെങ്ങന്മാരെല്ലാം കൈപൊക്കി അച്ഛനായിട്ട്. അങ്ങനെ ഒരു വലിയ വിജ്ഞാനം ഒന്നും ഇല്ലായിരുന്നെങ്കിലും അന്ന് കിട്ടിയ പശ്ചാത്തലത്തിൽ നല്ല ഒരു വൈദിക ജീവിതത്തിനും സന്യാസിനി ജീവിതത്തിനും പ്രചോദനമായിരുന്നു. അതിനുവേണ്ട ഒരു അടിത്തറ രൂപീകരിക്കുന്നതിന് ഈ കാലഘട്ടങ്ങൾ വളരെ സഹായം. അതിന് മാതാപിതാക്കന്മാരും അവരുടെ കഠിനമായ അധ്വാനവും വൈകിട്ടത്തെ പ്രാർത്ഥനാ ജീവിതവും പിന്നെ ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ടാണേലും നിങ്ങളൊക്കെ അച്ഛന്മാരോ കന്യാസികളൊക്കെ ആയി തീർന്ന് ഞങ്ങൾക്ക് സന്തോഷമാണ്. ദൈവം വിളിച്ചാൽ പോക്കോ, അല്ല ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു എൻ്റെ പിതാക്കിന്. അതെല്ലാം യഥാർത്ഥത്തിൽ സഫലമാകുകയും ചെയ്തു. കട്ടക്കൽ കുടുംബം എന്ന വലിയ ഒരു കുടുംബം, ഞങ്ങൾ 13 മക്കൾ ജനിച്ചു വളർന്ന ഒരു കുടുംബത്തിൽ ജീവിച്ച് സ്നേഹം അനുഭവിച്ച് ഈ കുടുംബത്തിൽ നിന്ന് വളരെ സന്യാസ ജീവിതത്തിലേക്കും വൈദിക ജീവിതത്തിലേക്കും വിവാഹ ജീവിതത്തിലേക്കും ദൈവവിളി സ്വീകരിച്ച് വിവിധ തലങ്ങളിൽ ഇപ്പോൾ തന്നെ ജോലി ചെയ്യുന്നവരായ കുടുംബാംഗങ്ങളാണ് ഞങ്ങളുടേത്. ഈ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ കുടുംബത്തിൽ നിന്ന് ഇത്രയും മക്കൾ ഇതുപോലെ വളർന്ന് ദൈവത്തിനും സമൂഹത്തിനും നാടിനും വേണ്ടി സമർപ്പിത ജീവിതത്തിലേക്ക് അവരുടേതായ ജീവിത രീതിയിൽ ഇപ്പോഴും സേവനം അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഉള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവും പിതാവും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാതാപിതാക്കൾ വളരെയധികം ദൈവവിശ്വാസവും കഠിന അധ്വാനവും ഉള്ള
ദമ്പതികളാണെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ കുടുംബത്തിൽ നിന്നാണ് 2 വൈദികരും, ബഹുമാനപ്പെട്ട ഫാദർ ജേക്കബ് അച്ഛനും CST ഫാദർ ജോസഫ് അച്ഛനും 2 വൈദികരും, പിന്നെ സിസ്റ്റേഴ്സായിട്ട് ഞാൻ, എൻ്റെ നേരെ മൂത്ത ചേച്ചി അസംഷൻ സന്യാസിനി സഭയുടെ അംഗങ്ങളായി. എൻ്റെ നേരെ ഇളയ അനിയത്തി കർമ്മലിത്ത സഭയുടെ ഒരംഗമായി തീർന്ന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ചേച്ചി സിസ്റ്റർ കസ്യാന ഒരു ആരാധന മഠത്തിൽ ചേർന്ന്, ഞാനൊക്കെ തീരെ ചെറുപ്പമായിരുന്നപ്പോൾ ചേച്ചി മഠത്തിൽ പോയത് ഓർമ്മിക്കുന്നുണ്ട്. എന്നെ 1ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചത് ഓർമ്മിക്കുന്നുണ്ട്. ആ ചേച്ചി ഇപ്പോഴും ആരാധന മഠത്തിൽ സന്തോഷമായി ജീവിക്കുന്നു. ജേക്കബ് അച്ഛൻ വളരെ സമർത്ഥനും പണ്ഡിതനും ആയ ഒരു വൈദികൻ, വളരെയധികം പുസ്തകങ്ങൾ എഴുതുകയും റോമിൽ പോയി പഠിക്കുകയും ഒക്കെ ചെയ്തു. ഞാനിപ്പോൾ ഇടുക്കി കട്ടപ്പന എന്ന പട്ടണത്തിനടുത്തുള്ള ഞങ്ങളുടെ JPM കോളേജ്, ജോൺ പോൾ മെമ്മോറിയൽ കോളേജ്, അതുപോലെ തന്നെ അവിടെയുള്ള ലിറ്റിൽ ഫ്ലവർ ആശ്രമത്തിൻ്റെ സുപ്പീരിയറായിട്ട് ജോലി ചെയ്യണം. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ് ഈ 2018. എൻ്റെ പട്ടസ്വീകരണം 1968 ഡിസംബർ 26-ാം തീയതിയായിരുന്നു. അന്നായിരുന്നു ഞങ്ങളുടെ സഭാസ്ഥാപകനായ ബെസിലിയസ് പാണാട്ടച്ചൻ്റെ സുവർണ ജൂബിലിയും പൗരോഹിത്യത്തിൻ്റെ. അതിനുശേഷം ഞാൻ സഭയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടു ഞാൻ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ജർമ്മനിയിൽ വികാരിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ദൈവവിളിയുടെ ഒരു ഉത്തേജനം, എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ ഒരു അച്ഛനാണ്, ജേക്കബ് അച്ഛൻ. അതുപോലെ തന്നെ മൂത്ത സഹോദരിമാർ കന്യാസ്ത്രീകളായിരുന്നു. അപ്പോൾ അങ്ങനെ ദൈവസേവനത്തിന് പോവുക ഒരു വലിയ കാര്യമായിട്ട് അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ സെമിനാരിയിൽ മൂക്കന്നൂർ ചേരാനിടയായത്. അതിനുശേഷം 12 വർഷത്തെ പരിശീലനത്തിന് ശേഷം 1961 ഞാൻ ആദ്യവ്രതം ചെയ്തു. പിന്നെ 65 നിത്യവ്രതം ചെയ്തു. പിന്നെ 1968 പുരോഹിതനായി അഭിഷിക്തനായി. ജേക്കബ് അച്ഛൻ റോമിൽ പഠിക്കാൻ പോയി പൗരോഹിത്യം സ്വീകരിച്ചത് 1958 മാർച്ച് 28-ാം തീയതിയാണ്. ചേട്ടൻ ഇപ്പോൾ 60 പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 60 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്നു. അച്ഛാ, സെമിനാരിയിലേക്ക് പോരാനുള്ളൊരു തീരുമാനം അച്ഛൻ എടുക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പിന്നീട് എപ്പോഴാണ് ഇങ്ങനെ ഒരു ദൈവവിളി സ്വീകരിക്കാം, വൈദികനാകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അച്ഛൻ വന്നുപെടുന്നത്? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും അതിന് ശേഷമുള്ള വെക്കേഷൻ കാലത്തൊക്കെ എനിക്കൊരു വൈദികനാകണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ പരിപാടികൾ എങ്ങനെയാണെന്ന് പറ്റി മലമുകളിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് വലിയ പിടിയൊന്നുമില്ലായിരുന്നു. ഏതായാലും 1949 മാർച്ചിൽ ഞാൻ മെട്രിക്കുലേഷൻ എക്സാമിന്, അന്ന് 6th എന്നാണ് പറയുന്നത്, എഴുതി നല്ല മാർക്കോടെ പാസ്സായി. ഏതായാലും റിസൾട്ട് അറിയുന്ന ഇന്ന ദിവസമാണെന്ന് നേരത്തെ പറഞ്ഞു വിട്ടിരുന്നു. അതുകൊണ്ട് റിസൾട്ട് അറിയാനായിട്ട് എൻ്റെ പേരൻസ് എന്നെ ഭരണങ്ങാനം വരെ വിട്ടു. അപ്പം ഞാൻ അവിടെ പോയി ആരുടെ സഹായത്തോടെയാണ് ഭരണങ്ങാനത്ത് പോയിരുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ നല്ല റിസൾട്ടോടെ പാസ്സായി. അന്നേരം അപ്പം പറഞ്ഞു, എടാ നീ നന്നായിട്ട് പാസ്സാകുകയാണെങ്കിൽ നിന്നെ സെമിനാരി വിടാം, തോറ്റവൻ്റെ പോയെങ്കിൽ തൂമ്പായും പഠിച്ചുകൊണ്ട് വന്നേക്കണം, ഈ മലയൊക്കെ പണിയണം. അതുകൊണ്ടായാലും എനിക്കറിയാമായിരുന്നു. ഏതായാലും നല്ല റിസൾട്ടോടെ എനിക്ക് ടോപ്പ് മോസ്റ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഭരണങ്ങാനത്തെ. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിന് ഇത്രയും ടേസ്റ്റൊക്കെ ഉണ്ടായി. പാസ്സായത് കഴിച്ചാൽ തിരിച്ചു വന്നു. അന്നേരം പറഞ്ഞു, ഇനി എന്താ പണി, നിങ്ങൾക്ക് സെമിനാരി പോകണ്ടേ, എന്നാൽ താഴെ വികാരിച്ചനോടൊക്കെ ചോദിച്ചു. വികാരിച്ചൻ പറഞ്ഞു, എടാ വികാരിച്ചൻ നിന്നെപ്പറ്റി ഇപ്പോഴേ തന്നെ എഴുത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഭരണങ്ങാനത്തെ ഹെഡ് മാസ്റ്റർ അച്ഛനും വേറെ അച്ഛന്മാർ 2 പേരും എഴുതിയിരിക്കുന്നു, മിടുക്കനാണ്, വേറെ 5 പേരെ പറ്റിയുള്ള നല്ല റിപ്പോർട്ട് അയച്ചു.
അതുപോലെ നിന്നെപ്പറ്റി നിങ്ങൾ റിപ്പോർട്ട് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചു. പക്ഷേ നിൻ്റെ ജന്മ ഇടവക ഏതാണെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാൻ മേല. അതിവിടെ ഞങ്ങൾ ഒത്തിരി തപ്പി. പക്ഷേ ഞാൻ ജനിച്ച് വളർന്നത് മാമസ ഭരണങ്ങാനത്തായിരുന്നുള്ള കാര്യം ഇവർക്ക് അറിയാൻ പാടില്ല. ഏതായാലും ഞാൻ ചുരുക്കത്തിൽ 1 മാസം കഴിഞ്ഞ് ബിഷപ്പിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടി ചെല്ലണമെന്ന് പറഞ്ഞ് റെക്ടച്ചൻ തുരുത്തമല്ലച്ചനിക്ക് ചങ്ങനാശ്ശേരി എന്ന് എഴുതി ഞാനും ഫാദറും കൂടെ പോയി. ഞങ്ങൾ ഇതിലേ പോയത്. ഈ കാണുന്ന വലിയ പാറയുടെ മുകളിൽ കൂടെ ഇങ്ങനെ സെമിനാരിൽ ചേരാൻ പോവുക, എഴുത്ത് കാണിച്ചുകൊണ്ട്. അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഈ പാറയുടെ ഇവിടെയാകുമ്പോൾ അമ്മ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, എടാ മകനെ നീ സെമിനാരിൽ പോവില്ലേ, അച്ഛനാകാൻ പോവല്ലേ, പോകുന്ന വഴിക്ക് അൽഫോൻസാമ്മയ്ക്ക് ആ മെഴുതിരി കത്തിച്ചിട്ട് പോകണം കേട്ടോ, അച്ഛനാകാൻ പോകുന്ന പണിയല്ലേ, ചെറിയ കാര്യമില്ല അവിടെ. അതിലെ പോയി ഞങ്ങൾ ഇതിലെ ഞാൻ പോക്ക് വേറെ രസമായിരുന്നു. ഞാൻ ഒരു ചെറിയ ബനിയനൊക്കെ ഇട്ട് ഒരു തുണിയൊക്കെ മുടക്കി കുത്തി, തുണിയിൽ തലയിൽ വട്ടത്തിൽ തുണിയൊക്കെ ഇട്ടി, ഒരു ചെറിയ വടിയും കയ്യിൽ പിടിച്ച് ഇപ്പം പുല്ലൊക്കെ തട്ടി മാറ്റി ഫാദർ എൻ്റെ പുറയിൽ അവിടെ ചെല്ലുമ്പോൾ റെക്ടച്ചൻ്റെ അവിടെ ചെല്ലുമ്പം ഇടാനായിട്ട് പുത്തനായിട്ട് തയ്പ്പിച്ച ഒരു വലിയ നീണ്ട ഉടുപ്പൊക്കെ ആയിട്ട് അത് പറഞ്ഞ് ഇപ്പോൾ ഇവിടെ നിന്ന് നുറക്കണ്ട, അവിടെ ചെന്ന് ഇട്ടാൽ മതി. അങ്ങനെ പോയി അവിടെ ചെന്ന് വളരെ താമസിച്ചു പോയി. ഏതായാലും വേണ്ടിയില്ല. അവിടെ ചെന്നപ്പോഴത്തേന് എല്ലാവരെയും എടുത്തിട്ട് പിള്ളേരെല്ലാം വിട്ടേച്ച് ബിഷപ്പ് കാളാശ്ശേരി പോയി കഴിഞ്ഞു. എന്നാലും എന്നെപ്പറ്റിയുള്ള നല്ല റിപ്പോർട്ട് എന്നോട് പറഞ്ഞില്ല, അച്ഛന്മാരുടെ കിട്ടിയതുകൊണ്ട് ബിഷപ്പ് പറഞ്ഞു നിന്നെ എടുത്തിരിക്കുന്നു. ആരാ നമ്മുടെ തുരുതാലച്ചൻ റെക്ടച്ചൻ നിന്നെ എടുത്തിരിക്കുന്നു, ഇന്ന മെയ് മാസത്തെ മറ്റാണ് വന്നേരെ. അപ്പം അങ്ങനെ അഡ്മിഷൻ ഉറപ്പായി. പിന്നെ അവിടെ ചെന്ന് അതായത് വലിയ ഉടുപ്പ് കിട്ടാൻ ഞങ്ങൾ ചെന്ന് ഉടുപ്പിന് വളരെയധികം ഉടുപ്പായിരുന്നുകൊണ്ട് അടുത്തുനിന്ന് സെമിനാരിക്കാർ പറയുന്നുണ്ട്, ഇതാണ്ടാ ഇപ്പോഴേ ഒരു സെമിനാരിക്കാരൻ അച്ഛന്മാരുടെ ലോകമുണ്ടോ ഭയങ്കരമാണല്ലോ. ഏതായാലും അതെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്ന് 2 മാസം ചങ്ങനാശ്ശേരി പെരി സെമിനാരിയിൽ പഠിച്ചു. നല്ല അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ വർഷം കാളാശ്ശേരി പിതാവ് മരിച്ചുപോയി. പിന്നത്തെ അക്കൊല്ലം പിന്നെ അവിടെ തീരുമാനമുണ്ടായി, പിന്നെ രൂപത 2ആയിട്ട് വിഭജിച്ചു. പാല അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിഭക്തമായി, പാലാ രൂപതയായി. അപ്പം രക്തച്ചൻ വിളിച്ച് പറഞ്ഞു, പാലാ രൂപതക്കാരായിട്ടുള്ളവരെ, പാലാ രൂപതയുടെ ഏരിയയിൽ വരുന്നവരെല്ലാം പാലാ രൂപതക്കാരും, ചങ്ങനാശ്ശേരിയുടെ രൂപത ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം ചങ്ങനാശ്ശേരിക്കുമായിട്ട് എടുക്കാനാണ് മുകളിൽ നിന്നുള്ള വിധി. അങ്ങനെ വന്നപ്പോൾ 42 സ്റ്റുഡൻറ്റ് ഞങ്ങൾ മൈനസ് സെമിനാരിയിൽ പാസ്സായവരെങ്കിലും ഉണ്ടെങ്കിലും 30 പേരും പാലാക്കാരും 12 പേരും ചങ്ങനാശ്ശേരിയുമായിരുന്നു. അപ്പോൾ പാലാക്കാരൻ എന്ന നിലയ്ക്ക്, അറക്കുളംകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പാലാ രൂപതയുടെ ആളായിട്ട് സെലക്ഷൻ കിട്ടി. അത് ആലുവായ്ക്ക് പോകാനായിരുന്നു ആദ്യത്തെ സെലക്ഷൻ. അന്നേരം അവിടെ ഒരു അച്ഛൻ പറഞ്ഞു, ഇനി എൻ്റെ പകരം ഉണ്ടായിരുന്ന സെമിനാരിക്കാരൻ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് ആലുവായ്ക്ക് പോകണ്ട, എനിക്ക് ആലുവായ്ക്ക് തന്നെ പോകണം. അവനെ തിരുച്ചിറപ്പള്ളി സെമിനാരിക്കായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അവൻ്റെ അഭ്യർത്ഥനയും പ്രാർത്ഥനയൊക്കെ കാരണം ബിഷപ്പ് എന്നോട് പറഞ്ഞു, വയലിപ്പ അങ്ങനെയാടാ നീ വെക്കൂ തിരുച്ചിറപ്പള്ളിക്ക്. അങ്ങനെ പോയി ഞാൻ തിരുച്ചിറപ്പള്ളിയിൽ ഇപ്പോൾ 2 കൊല്ലം ചങ്ങനാശ്ശേരി മൈനസ് സെമിനാരിലെ പഠനമെല്ലാം പൂർത്തിയാക്കി നല്ല മാർക്കോടെ പാസ്സായി. എന്നെ തിരുച്ചിറപ്പള്ളിയിലേക്ക് ഞങ്ങൾ 7 പേരെ വിട്ടു. അപ്പോൾ അച്ഛൻ്റെ തത്വശാസ്ത്ര പഠനമൊക്കെ തിരുച്ചിറപ്പള്ളി? തീർച്ചയായിട്ടും. പിന്നെയുള്ള 1951 മുതൽ 54 വരെയുള്ള തത്വശാസ്ത്രവും, അന്ന് റീജൻസി എന്ന് പറയുന്ന ഏർപ്പാടില്ല, അതുകൊണ്ട് തുടർന്ന് തിയോളജിയിലേക്ക് കയറി. അതിനുശേഷമുള്ള 51 മുതൽ 58 വരെ ചുരുക്കത്തിൽ ഞാൻ തിരുച്ചിറപ്പള്ളി സെൻറ്റ് പോൾസ് സെമിനാരിയിൽ ചേർന്ന് പഠിച്ചു. അവിടെ നല്ല സമർത്ഥന്മാരായിട്ടുള്ള ഈശോസവക്കാരച്ചന്മാരുണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ കാര്യമായിട്ട് പരിപാലിച്ച് ഞങ്ങൾ 7 പേരും പാലാക്കാർ അവിടെ ഒന്നിച്ച് പഠിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ 1958 വരെ 3 വർഷം ഫിലോസഫിയും 4 വർഷം തിയോളജിയൊക്കെ ചെയ്ത് ഞങ്ങൾ നല്ല സമർത്ഥമായി പാസ്സായി. എന്ന് മാത്രമല്ല ഞങ്ങൾ 7 പേരെയും വേറെ 2 അച്ഛന്മാരുടെ വേറെ 2 സന്യാസക്കാരുണ്ടായിരുന്നു. 9 പേർക്ക് പാലായിൽ വെച്ച് പട്ടം തരാമെന്ന് സാധാരണ പതിവിനെതിരായിട്ട് വയലിപ്പിതാവ് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 1958 മാർച്ച് 30-ാം തീയതി, മാർച്ച് 28, 1958 മാർച്ച് 28-ാം തീയതി ഞങ്ങൾ 9 പേര് പാലായിൽ സെൻറ്റ് തോമസ് സ്കൂളിനടുത്ത് വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു. ഇപ്പം പിന്നെ അത് കഴിഞ്ഞ് രസകരമായിരുന്നു. പിന്നെ പിന്നീട് ഞാൻ അറിഞ്ഞു, എൻ്റെ രക്തച്ചൻ രഹസ്യമായിട്ട് പാലാ ബിഷപ്പിന് എഴുതിയിരുന്നു, ഇവൻ ഫാദർ ജേക്കബ് കട്ടയ്ക്കൽ പഠനത്തിൽ സമർത്ഥനാണ്, നല്ല സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ട് ഇവനെ ഉപരിപഠനത്തിന് റോമിലേക്ക് എങ്ങാനും വിട്ടത് നന്നായിരിക്കും എന്നാണ്
എൻ്റെ അഭിപ്രായം നമ്മുടെ രക്തച്ചൻ ഒരു നേരത്തെ തന്നെ ഒരു റിപ്പോർട്ട് അയച്ചിരുന്നു. അപ്പം ഞാനൊന്നും അറിഞ്ഞില്ല. അല്ലാതെ ദൈവവിളിയെ പറ്റി വളരെ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാന്നുള്ളൊരു രണ്ടും കൂടെ വേണം. എൻ്റെ നല്ലൊരു പണ്ഡിത വൈദികനാണ്. അത് പിന്നെ നല്ല പാണ്ഡിത്യം വേണം. അതേസമയം പിന്നെ വൈദികനാകുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അപ്പോൾ വികാരിച്ചനൊക്കെ പറഞ്ഞു, എടാ നീ ഇപ്പം സെമിനാരിയൊക്കെ കോളേജ് ചേരാൻ പോയാൽ പിന്നെ നീ ഒന്നാ പിന്നെ എടുക്കലെന്നിരിക്കും, അച്ഛനായിക്കൂ, എന്നിട്ട് പിന്നെ പഠിക്കാനുള്ള പിന്നെ സൗകര്യം ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞു. പിന്നെ അതിന് വേണമെങ്കിൽ തുടർച്ചയായിട്ട് വേണ്ട പറയാം. ഈ ഓർഡിനേഷൻ 1958 മാർച്ച് 28 കഴിഞ്ഞപ്പം ഞാൻ വയലിൽ ബിഷപ്പിനോട് ചോദിക്കാൻ പോവുക, ഇതാവേ എനിക്ക് ഫ്രാൻസ് മാത്തമാറ്റിക്സ് നല്ല ടേസ്റ്റാണ്, അവിടെ എന്നെ വിടാവോ, ഒരു 4 വർഷത്തേക്ക് SP കോളേജിലെങ്ങാനും പോയി മാത്തമാറ്റിക്സ് പാസ്സായാലും. അപ്പോൾ പിതാവ് പറയാണ്, കോളേജിൽ പോക്കോ, നിനക്ക് റോമിലേക്ക് ഒരു സ്കോളർഷിപ്പുണ്ട്, എഴുതി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതാ എടുക്കേണ്ടതെന്ന് എനിക്കൊരു സംശയം. എനിക്ക് ടേസ്റ്റും ഇൻട്രസ്റ്റും മാത്തമാറ്റിക്സാണ്, റോമിനെ പറ്റി ഒരു പിടിയില്ല എന്താണെന്ന്. പിന്നെ വികാരിച്ചന്മാരുടെ ഒക്കെ ചോദിച്ചാൽ വികാരിച്ച് വേടാ റോമിലേക്ക് കിട്ടാന്നേ പൊക്കോ, അതല്ലേ ഏറ്റവും നല്ല, പിന്നത്തെ കോപ്പൊക്കെ പിന്നെ പഠിക്കാം. സന്തോഷം. പിന്നെ ഫാദറിനും പറഞ്ഞു ഞങ്ങളെ റോമിലേക്ക് പോകാനായിട്ട് യാത്ര ചിലർക്ക് നമ്മളൊക്കെ എടുക്കണം. എല്ലാം എടുത്ത് 1958 ഒക്ടോബർ 3 കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറി. കപ്പൽ മാർഗമാണ് അതെ, അന്ന് കപ്പൽ മാർഗം 750 രൂപയും വിമാനമാർഗം 3000 രൂപയും. എൻ്റെ മാതാപിതാക്കന്മാർക്ക് അന്ന് 750 രൂപ എന്ന് പറഞ്ഞാൽ പോലും ഒരുപാട് പേരുടെ കടം മേടിച്ചുമൊക്കെയാണ് 750. ഈ മലമ്പ്രദേശങ്ങളിലും സുഖമായിട്ട് ജീവിക്കാമെന്നല്ലാതെ വിൽക്കാനും വാങ്ങാനുള്ള കഴിവില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പോയി അവിടെ ചെന്ന് പിന്നെ തമിഴ്നാട്ടിൽ ചേർന്ന് ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി, ചുരുക്കമായിട്ട് പറയാം, ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ തിയോളജിക്ക് ഞാൻ ചെന്ന് ചേർന്നു. അവിടെ ചേർന്ന് നല്ല മാർക്കോടെയും പാസ്സായി ലൈസൻസ് ഷീറ്റ് എടുത്തു. പിന്നെ ഡോക്ടറേറ്റ് എടുത്തു തിയോളജിയിൽ. അതിനിടയ്ക്ക് 2 വർഷം ലണ്ടനിലും പോയി. ലണ്ടനിൽ ചെന്ന് കാണാൻ പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് അവിടെ സംസ്കൃതത്തിൻ്റെ ഒക്കെ മഹാപണ്ഡിതന്മാർ. അപ്പോൾ ഞാൻ കുറച്ച് സംസ്കൃതത്തിൻ്റെ കോഴ്സ് അവിടെ റോമിൽ ചെയ്യുകയും ചെയ്യും. എനിക്ക് നേരത്തെ അല്പം അറിയാമായിരുന്നു. കുറച്ചവിടെ ഒരു കോഴ്സ് റോമിൽ ഇറ്റാലിയൻ ഫാദർ മഹാപണ്ഡിതൻ PhD ഇൻ സാൻസ്ക്രിറ്റ്, ഇറ്റലിക്കാരൻ, ജർമ്മനിയിൽ PhD എടുത്തത്. അദ്ദേഹം പറയായിരുന്നു, എടാ നിങ്ങൾ ഇന്ത്യക്കാർ സംസ്കൃതം പഠിക്കാതെ എന്നെ പഠിക്കാനാ, കുറച്ച് സംസ്കൃതം പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ സംസ്കൃത ക്ലാസ് ഞാനും പോയി. എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി, അതുകൊണ്ട് ഫസ്റ്റ് റാങ്ക് കിട്ടി. അതുകൊണ്ട് ബിഷപ്പിനോട് ഈ അച്ഛൻ തന്നെ ബിഷപ്പ് വന്നപ്പം പറഞ്ഞു, ഈ ഫാദർ കട്ടയ്ക്കാൻ ഈസ് വെരി ഗുഡ് ഇൻ ലാംഗ്വേജ്, അവന് സംസ്കൃതത്തിൽ ഒരു ഡിഗ്രി എടുക്കാൻ ലണ്ടനിൽ ഒരു കോഴ്സൊക്കെ ഉണ്ട്, പിതാവ് അനുവദിക്കുകയാണെങ്കിൽ പോകട്ടെ എന്ന് ലാറ്റിനിൽ എഴുതി. അതുപോലെ ലാറ്റിൻ, മലയാളം ഇംഗ്ലീഷ് വലിയ പിടിയില്ല. ഇതെല്ലാം കണ്ടേ എന്നോട് ബിഷപ്പ് പറഞ്ഞു, എവിടെ പോയി പഠിച്ചാലും മതി, 2 കൊല്ലം തന്നിരിക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം ലണ്ടനിൽ 3 കൊല്ലം പഠിച്ചാലേ ഓണേഴ്സ് കിട്ടുള്ളൂ. ഓണേഴ്സ് കിട്ടിയാൽ =, MA. അതെ. അപ്പം അത് ഞാൻ വിഷമമുണ്ട്, എന്നെ പഠിച്ചാലും വേണ്ടിയില്ല 2 കൊല്ലം. പിന്നെ ഞാൻ ലണ്ടൻ യൂണിവേഴ്സിറ്റി അധികൃതരോട് പറഞ്ഞു, എനിക്ക് 2 കൊല്ലം കിട്ടുള്ളൂ, എനിക്ക് കോഴ്സ് എടുത്ത് ഒരു ഡിഗ്രി എടുത്തേക്കണം. അപ്പം നിനക്ക് വെച്ച് നമുക്കറിയാമല്ലോ, എന്നാൽ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്താം. അത് നടത്തിയിട്ട് പാസ്സാകുകയാണെങ്കിൽ അഡ്വാൻസ് സ്റ്റുഡൻ്റായിട്ട് 2 കൊല്ലം കൊണ്ടേക്കാം. അതെല്ലാം നടന്നു. ഞാനിതിൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംസ്കൃതത്തിലും ഇന്ത്യൻ ഫിലോസഫി കുറച്ച് പാട്ടായിട്ടും നല്ല മാർക്കോടി പാസ്സായി. അപ്പോൾ അന്ന് തന്നെ ഈ പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു, അതിനോടൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതും പറയാം. ഭാഷകളെ പഠിക്കാനുള്ള ചാൻസ് എവിടെ കിട്ടിയാലും ഞാൻ പാഴാക്കാതെ അത് മുഴുവൻ ഉപയോഗിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഭാഷ പഠിക്കുന്ന ഒരു രസമായിട്ട് തോന്നി. പ്രത്യേകിച്ച് എൻ്റെ റൂട്ടുകളിലേക്കൊക്കെ പോകുന്നത് എനിക്ക് രസമായിട്ട് തോന്നി. ഞങ്ങളുടെ സെമിനാരിയിൽ തൃശ്ശാപ്പള്ളി വെച്ച ഒരു അച്ഛനെ കുറച്ച് സംസ്കൃതമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊക്കെ വായിച്ചു നോക്കുമ്പോൾ വളരെ രസമായിട്ട് തോന്നി. പിന്നെ ലണ്ടനിൽ റോമിൽ ചെന്ന് കുറച്ച് പഠിച്ചു. അപ്പം ഭാഷകൾ പഠിക്കാൻ അതുകൊണ്ട് തമിഴ്നാട്ടിലാണെങ്കിലും ഞാൻ കുറച്ച് തമിഴ് ഇപ്പം എനിക്ക് തമിഴ് വായിക്കാനൊക്കെ അറിയാം. അത് പിന്നെ അതിനറിയാം. പിന്നെ ഭാഷ പിന്നെ മൂലഭാഷകൾ ഈ തമിഴും സംസ്കൃതവും ഗ്രീക്കും അല്പം ഗ്രീക്കും കുറച്ച് ലാറ്റിനും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഭാഷകൾ ഇപ്പോഴത്തെ പഠിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തമ്പുരാൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് ഞാൻ ഇപ്പം എനിക്ക് ഏകദേശം 1 ഡസൻ ഭാഷകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അച്ഛാ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങളും ആയിട്ട് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി. വെരി ഗുഡ്, താങ്ക് യു.